വെൽക്കം ബാക്ക് ടു ഷീനുസ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഞാൻ ഓർക്കിഡ് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓർക്കിഡ് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പോട്ടാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അതിലേക്ക് ഇടാനായിട്ട് ഞാൻ കരിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കരി മാത്രമാണ് ഞാൻ ഈ ഓർക്കിഡ് പോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡാണ് കേട്ടോ. ഇത് അത്യാവശ്യമായിട്ട് നമ്മൾ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് കയ്യിലുണ്ടായിരിക്കേണ്ട ഒരു ഫംഗിസൈഡാണ്. അപ്പോൾ അതിൽ നിന്നൊരു 2 ഗ്രാമോളം ഞാൻ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ പ്ലാന്റ്സിലൊക്കെ ഫംഗിസൈഡ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പോട്ട് ചെയ്യാൻ പോകുന്ന ഓർക്കിഡാണിത്. ഇത് ഞാൻ ഈ ഒരു ഫംഗിസൈഡിൽ ഒരു 10-20 മിനിറ്റ് നേരം ഞാനിത് ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഫംഗസ് ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് പോട്ട് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ പോട്ടിലേക്ക് ഞാൻ കരി ഇട്ട് കൊടുക്കുകയാണ്. കരി മാത്രമാണ് കേട്ടോ ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ആദ്യമൊക്കെ ചകിരിയും ഓടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫംഗസ് കൂടുകയാണ് ചകിരി ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ചകിരി വേണ്ടാന്ന് വെച്ചിട്ട് ഈ കരിയിൽ മാത്രമായിട്ടാണ് ഞാൻ ഇപ്പോൾ അത് പോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ കുറച്ച് കരി ഇട്ടിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഓർക്കിഡ് പ്ലാന്റ് വെച്ച് കൊടുക്കാം. ഇത് തീരെ അനങ്ങരുത് കേട്ടോ. അനങ്ങാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മളിത് പ്ലാന്റ് ചെയ്യാൻ. അപ്പോൾ ഇത് സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റുഭാഗമായിട്ട് കരി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കുത്തി നിറച്ച് വെക്കരുത് കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്താൽ അതിന് വായുസഞ്ചാരമൊന്നും കിട്ടില്ല. കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് അത് അനങ്ങാത്ത രീതിയിൽ വേണം നമ്മളിത് കരിയൊക്കെ അതിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഓടിൻ്റെ പീസൊക്കെ ഇതുപോലെ കഴുകി ഫംഗിസൈഡിലിട്ട് അതൊന്ന് ഉണക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ കരി മാത്രമാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ഫംഗസ് വരാതെ എനിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാൻ ആ രീതി തന്നെ ഞാൻ കൊണ്ടുപോകണത്. അപ്പം ഇത് ഞാനിപ്പോൾ പോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് ചെയ്യാൻ പോകുന്നത് ഹാങ് ചെയ്തിടാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം എവിടെയാണ് ഹാങ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് സൈഡിലായിട്ട് ഒരു പട്ടമരം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഞാൻ ഇത് ഹാങ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കമ്പുകളിലൊക്കെ കയറ് കെട്ടിയിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഇങ്ങനെ അതിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ വേറൊരു ഓർക്കിഡും കൂടെ ഇന്ന് ഞാൻ പോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് മുന്നേ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഓർക്കിഡാണ്. നല്ല ഡാർക്ക് വയലറ്റാണ് കേട്ടോ ഈ ഒരു ഓർക്കിഡ് ഫ്ലവർ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലീഫൊക്കെ പോയി പുതിയ ഷൂട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫംഗിസൈഡിൽ മുക്കി വെച്ചതിന് ശേഷം നമ്മളിത് പോട്ട് ചെയ്യണം കേട്ടോ. നേരത്തെ നമ്മൾ ചെയ്ത അതേ സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനിത് പോട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്ലാന്റ് കുറച്ച് ദിവസമായിട്ട് ഞാൻ പോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതും ഞാൻ പോട്ട് ചെയ്തിട്ട് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് വാങ്ങിച്ച ഓർക്കിഡ്സൊക്കെ ഇതുപോലെ പോട്ട് ചെയ്തിട്ട് മരത്തിൻ്റെ ഷെയ്ഡിലായിട്ട് പോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് സ്പാനിഷ് മോസ് എന്ന് പറയുന്ന എയർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതും കൂടുതൽ ഗ്രോത്ത് വരാൻ ഈ മരത്തിൻ്റെ അടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് കേട്ടോ ഇത് കൂടുതൽ ഗ്രോത്തൊക്കെ വരിക. ഇത് നമ്മുടെ കിളികൾക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളം ഒരു കലത്തിൽ ഞാൻ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ വാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫോക്സ് ടെയിൽ ഓർക്കിഡ് ഉണ്ട്. ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇതെല്ലാം മരത്തിൻ്റെ അടിയിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഹാങ് ചെയ്തിട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഓടിൻ്റെ പീസ് നേരത്തെ ഇട്ട് കൊടുത്ത് പോട്ട് ചെയ്തിട്ടുള്ള ഒരു ഓർക്കിഡാണ് കേട്ടോ. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക്